അബൂജഹലും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനാണ് അവർ തമ്മിൽ യുദ്ധമുണ്ടായത്? എന്തിനാണ് ബദർ യുദ്ധത്തിൽ വിശ്വാസികളിൽപ്പെട്ട പലരും ഷഹീദാവേണ്ടി വന്നത്, ഒരുപാട് പരിക്കുകൾ ഏൽക്കേണ്ടി വന്നത്? സഹോദരങ്ങളെ, അവിടെയാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമ്പോൾ, ഇസ്തിഗാസ നടത്തുമ്പോൾ, അത് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരുന്നു നടത്തിയിരുന്നത്. അതിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ ക്ഷണിച്ചത്. കാരണം അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അവിടെയുള്ള മറ്റു മുശ്രിക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതേസമയത്ത് അവർ മഹാന്മാരെ മധ്യവർത്തികളായി സ്വീകരിച്ചിരുന്നു, ശുപാർശക്കാരായി സ്വീകരിച്ചിരുന്നു. അവരോട് പ്രാർത്ഥിച്ചും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയായിരുന്നു അവർ ഈ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചതും അവർക്ക് നേർച്ചയാക്കിയതും. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, വലിയകളെ, രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ, അവരുടെ ന്യായം എന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ഒരു സാമീപ്യം നൽകിത്തരാൻ വേണ്ടി, ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുന്നത്, ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് അവർ വാദിക്കുകയുണ്ടായി. അപ്പോൾ അവർ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ അവർ മധ്യവർത്തികളെ സ്വീകരിച്ചു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാരായ പാപികളായ ആളുകളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന നേരിട്ട് കേൾക്കുകയില്ല എന്നും മധ്യവർത്തികളിലൂടെ, ശുപാർശക്കാരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും അവർ വിശ്വസിച്ചു. ഇതായിരുന്നു അവർ ചെയ്ത ശിർക്ക്. ഇതാണ് അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് വ്യത്യസ്തരാവാനുള്ള കാരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് അവരെ വിലക്കിയപ്പോൾ അവർ പ്രവാചകനോട് ശത്രുത പ്രഖ്യാപിക്കാനുള്ള കാരണം, നബിയെയും സഹാബികളെയും മക്കയിൽ നിന്ന് അവർ പുറത്താക്കാനുള്ള കാരണമെല്ലാം ഇതായിരുന്നു. മധ്യവർത്തികൾ പാടില്ല എന്ന് പറയാൻ പാടില്ല, ശുപാർശക്കാർ പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത്. കാരണം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞില്ല. കാരണം ആകാശങ്ങളെയും ഭൂമിയെയും ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നവർക്കറിയാമായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിലെ 10-ാം അധ്യായത്തിലെ 31-ാമത്തെ ആയത്തിൽ ഇക്കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഖുൽ നബിയെ പറയുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. നിങ്ങൾക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം നൽകുന്നതാരാണ്? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ. കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നതാരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ. മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാരാണ്? ഫസയഖൂലൂന അല്ലാഹ്. അപ്പോൾ അവർ പറയും അതെല്ലാം അല്ലാഹുവാണ്. ഫഖുൽ, എങ്കിൽ പറയുക, അഫലാ തത്തഖൂൻ, എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് അവർക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നല്ല, മറിച്ച് അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അള്ളാഹുവിനും നേർച്ചയാക്കും, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കും. സൂറത്ത് അൻആമിലെ 136-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബ ഫഖാലൂ ഹാദാ ലില്ലാഹ്. അവർക്കുള്ള കന്നുകാലികളിൽ നിന്ന്, കൃഷിയിൽ നിന്നെല്ലാം അവർ അള്ളാഹുവിന് ഒരു ഓഹരി നേർച്ചയാക്കിയിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിനുള്ള നേർച്ചയാണ്. അപ്പോൾ അള്ളാഹുവിന് നേർച്ചയാക്കാത്തവരല്ല അവർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരുമല്ല അവർ. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് സമീപനം നൽകുന്ന ചില ആളുകളുണ്ട്, ചില ഔലിയാക്കന്മാരുണ്ട്, ചില അമ്പിയാക്കളുണ്ട്. അവരെ മധ്യവർത്തികളായി സ്വീകരിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിയായ സാമീപ്യം അള്ളാഹുവിലേക്ക് ലഭിക്കുന്നത് എന്ന തെറ്റായ വിശ്വാസം, തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു. സൂറത്ത് യൂസുഫിലെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതായിരുന്നു, ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാതി വമൻ ഖലഖൽ അർദ വമൻ ഖലഖൽ ജിബാൽ. ആകാശങ്ങളെ, ഭൂമിയെ, പർവ്വതത്തെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ ഖാലു അല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. എന്നാൽ വഹും മുശ്രികൂന ബിഹി, എന്നാൽ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. എന്താണ് ആ പങ്കുചേർക്കൽ? ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്നൽ മുശ്രികൂന കാനു യഖൂലൂന ഫീ തൽബിയതിഹിം. ബഹുദൈവാരാധകർ അവരുടെ തൽബിയത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? ഈ തൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിൻ്റെ ഉംറയുടെ സന്ദർഭത്തിൽ പറയുന്ന തൽബിയത്താണ്. അള്ളാഹുവിന് അവർക്ക് പരിചയമില്ലെങ്കിൽ അവർ ആ നിലക്ക് തൽബിയത്ത് ചൊല്ലുമോ? അവരുടെ തൽബിയത്ത് ഇതാണ്, ലബ്ബൈക ലാ ശരീക ലക്. അള്ളാഹുവേ, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. ഇല്ലാ ശരീക്കൻ, ചില പങ്കുകാരുണ്ട്, പക്ഷേ ഹുവലക, ആ പങ്കുകാർ നിൻ്റെ അടിമകളാണ്. തംലിക്കുഹു വമാ മലക്, അവരെയും അവർക്കുള്ളതെല്ലാം നീ കൊടുത്തതാണ്, നിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്.
അവർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ്. അങ്ങനെ നീ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന മധ്യവർത്തികൾ, വലിയകൾ,